ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ പരിശുദ്ധ നോമ്പിൻ്റെ 44-ാം ദിനത്തിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. അതിനായി സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദിനോട് കൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരയണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്ക് ഉള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു. പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവവിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശെ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതിയില്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തവൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ 7 ആർക്കു ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവരെ ഉപദേശിച്ച് വിസ്മയിച്ചു. യേശുവിനെ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ചോദ്യവുമായി ചില മതനേതാക്കൾ അവനെ സമീപിച്ച ആദ്യ സംഭവത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: കൈസറിന് നികുതി കൊടുക്കുന്നത് വിഹിതമോ? യേശു ഉടനെ ഉത്തരം പറഞ്ഞില്ല. പകരം അവൻ ഒരു നാണയം കാണിച്ചിട്ട് ചോദിച്ചു, ഇതിൽ ആരുടെ ചിത്രമാണുള്ളത്? കൈസറുടേത് അവർ മറുപടി നൽകുന്നു. യേശു പറയുന്നു, അപ്പോൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. ഒറ്റ നോട്ടത്തിൽ ഒരു രാഷ്ട്രീയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സമർത്ഥമായ മാർഗമായി ഇത് തോന്നാം. പക്ഷെ അതിലും വളരെ കൂടുതലാണിത്. നാം ആരുടേതാണെന്ന് ആഴത്തിൽ ചിന്തിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. നാണയം കൈസറിൻ്റേതാണ്, കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ട്. എന്നാൽ നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ പ്രതിച്ഛായ വഹിക്കുന്നു. അത് മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നു. ഈ സത്യം ഓർമ്മിക്കേണ്ട ഒരു കാലമാണ് നോമ്പുകാലം. നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മെ സൃഷ്ടിച്ചവൻ്റെ വകയാണ്, നമ്മെ സ്നേഹിക്കുന്നവൻ്റെ, നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നവൻ്റെ. പക്ഷേ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ഊർജ്ജ സമൃദ്ധത്തിനും ഹൃദയം നിലനിൽക്കാതെ കാര്യങ്ങൾക്കും നൽകുന്നു. ദൈവത്തിന് സ്വന്തമായുള്ളത് അവന് നൽകാൻ യേശുവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ മുഴുവൻ ജീവിതവും. കാരണം നമ്മൾ തടഞ്ഞു വെച്ചത് ഉപേക്ഷിക്കുമ്പോൾ സമാധാനത്തിനും രോഗശാന്തിക്കും ലക്ഷ്യത്തിനും വേണ്ടി നാം ഇടം നൽകുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് സ്വയം ചോദിക്കുക, ദൈവത്തിന് നൽകേണ്ടത് എന്താണ് ഞാൻ ലോകത്തിന് നൽകാൻ പോകുന്നത്? അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളായി ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ എങ്ങനെയായിരിക്കും?
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ നിൻ്റേതാണ്, നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് പൂർണ്ണ ഹൃദയത്തോടെ നിന്നിലേക്ക് മടങ്ങാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധ വ്യതിചലനങ്ങൾ ഉപേക്ഷിച്ച് യാഥാർത്ഥ്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.